നമസ്കാരം. ലോകത്തൊരു രാജ്യത്തും ഒരു സ്വാതന്ത്ര്യ സമരസേനാനിക്ക് നേരിടേണ്ടി വന്ന അപമാനവും ക്രൂരപീഡനവും പിന്തുണക്കാർ കളിയാക്കപ്പെടുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഒരുപക്ഷെ ഇങ്ങ് കേരളത്തിൽ മാത്രമായിരിക്കും. 50 വർഷക്കാലം തടവും അതിൽ 3 വർഷം കയ്യും കാലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഏകാന്ത തടവും വിധിക്കപ്പെട്ട ഒരു സമരസേനാനിയുടെ ചരിത്രം രാഷ്ട്രീയ എതിർപ്പിന്റെ പേരിൽ വളച്ചൊടിക്കപ്പെടുന്നത് ഏറെ ദുഃഖകരമാണ്. കലാപാനി എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് അതിന് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. സംഘികൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് എതിർക്കപ്പെടേണ്ട ആളല്ല സവർക്കർ. നരഭോജികൾ മാത്രം വസിച്ചിരുന്ന അന്തമാൻ നിക്കോബാർ സെല്ലർ തടവറകളിൽ കൊണ്ടുപോകുന്ന സമരസേനാനികളിൽ 90% അവിടെ കിടന്നു മരണപ്പെടുകയാണ്. അവിടെ കിടന്നു മരണപ്പെടുന്നതിലും നല്ലത് പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ന് വിശ്വസിച്ച് 6 തവണ മാപ്പ് എഴുതി കൊടുത്തിട്ടും ബ്രിട്ടീഷുകാർ സവർക്കറെ പുറത്തു വിട്ടിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം ജയിൽ ചാടി. ഫ്രഞ്ച് സേന പിടിച്ചു, ബ്രിട്ടീഷുകാർക്ക് കൈമാറി. അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിരുന്ന ആളാണ് സവർക്കർ. വിദേശ വിദ്യാഭ്യാസം ലഭിച്ച ആൾ. ഒന്ന് കണ്ണടച്ചിരുന്നുവെങ്കിൽ ഏറ്റവും ഉയർന്ന പദവികളിൽ എത്താമായിരുന്ന സവർക്കർ. അദ്ദേഹം ബ്രിട്ടീഷുകാരെ ബോംബ് വെച്ചു എന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപണം ഉന്നയിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആസൂത്രണം ചെയ്തു എന്നും ആരോപിച്ച് ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള തടവറകളിൽ അടയ്ക്കപ്പെട്ടത്. ഈ കാര്യങ്ങളെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ ലഭ്യമാണ് സഖാക്കളെ. സ്വാതന്ത്ര്യ സേനാനികളായിട്ടുള്ള എല്ലാ തടവുകാരും ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെ ജയിലിൽ കിടന്ന സമയത്ത് പുറത്തിറങ്ങുന്നതിനു വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ളത് മാപ്പ് അപേക്ഷ തന്നെയാണ്. എല്ലാ തടവുകാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയൊരു കുറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 1971 ഇന്ദിരാഗാന്ധി സവർക്കറുടെ മരണശേഷം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. EMSന്റെ പുസ്തകത്തിൽ ഒരു പേജ് തന്നെ അദ്ദേഹത്തിനെ മാറ്റിവെച്ചിട്ടുണ്ട്. അന്നാരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വീരപുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. EMSും ഒക്കെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓർക്കുക, ബ്രിട്ടീഷുകാർ നിരോധിച്ച ഏക പുസ്തകം അതേതാണെന്ന്. 1857 മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം. നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒരു പുസ്തകം പോലും ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ അഹിംസാ തലമുറ ഒന്നും തന്നെ ബ്രിട്ടീഷുകാർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. 2000-ന് ശേഷമാണ് ഷൂനക്കി എന്ന് പുത്തൻ രാഷ്ട്രീയക്കാർ കളിയാക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രീയ തടവിൽ